ഉദ്ദേശിക്കുന്ന പരിപാടി ഡോക്ടർ ശോഭ സതീഷ്, യുവ എഴുത്തുകാരിയും ഡോക്ടറുമായ ഡോക്ടർ ശോഭ സതീഷ് എഴുതിയ ചിട്ടപ്പെടുത്തിയ ഒരു ചെറിയ കവിതാ സമാഹാരമായ ഒരു യാത്രികയുടെ പാസ്പോർട്ട് എന്നുള്ള ചെറിയ കവിതാ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിലുപരിയായിട്ട് ഈ രചന ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്നൊരു സാഹചര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒരുപാട് അത് റിസീവ് ചെയ്യുന്ന ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു എലൈറ്റ് പ്ലാറ്റ്ഫോം അത് റിസീവ് ചെയ്യുക എന്നുള്ളത് ഏതൊരു സാഹിത്യകാരി അല്ലെങ്കിൽ ഒരു സാഹിത്യകാരിയാകട്ടെ ഒരു കലാകാരനാവട്ടെ അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൃഷ്ടികൾ ഏറ്റവും മഹത്തായ ഒരു പ്ലാറ്റ്ഫോമിൽ അത് അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുകയും അത് റിസീവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പറ്റുന്നത് ശോഭയുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ നേരെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ളത് ഡോക്ടർ ഷിജി. പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന അതിൻ്റെ കർമ്മം നിർവഹിക്കുന്ന പുസ്തകം പ്രകാശപ്പെടുന്ന നമ്മളുടെ ബഹുമാന്യനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിൽ അവർകൾ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ കവിയും സാഹിത്യകാരനുമായ ശ്രീ വിനോദ് വൈശാഖി, അതുപോലെ തന്നെ അദ്ദേഹം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് യുവ എഴുത്തുകാരിയും സാഹിത്യകാരിയുമായ ലയന ഗോപിനാഥ്. മാഡം അവിടേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ അവസാനം വരെ അത് ചിട്ടപ്പെടുത്തി അതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്ന നീർമാതളം പബ്ലിഷേഴ്സിലെ പ്രിയപ്പെട്ട അനിലേട്ടൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ജില്ലാ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്നുള്ള ചടങ്ങുകളിലേക്ക് മറ്റുള്ള കർമ്മപരിപാടികളിലേക്കും കടക്കാൻ വേണ്ടി ആരാധ്യനായ അധ്യക്ഷനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലെയും വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് നമ്മുടെയൊക്കെ അഭിമാന മുഹൂർത്തമാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഗുരുവായ എൻ്റെ പ്രൊഫഷൻ, ഔദ്യോഗിക ജീവിതത്തിലും എൻ്റെ ഗുരുവായ സാറിൻ്റെ മകള്, സാറും എഴുത്തുകാരൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാം, ഡോക്ടർ സുകേഷ് എന്ന് പറയും. സാറിൻ്റെ മകളും അതേ ഫീൽഡിൽ തന്നെയാണ്. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും എക്സൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എഴുത്തിൻ്റെ മേഖലയിലും വളരെ നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പോഴും നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന VIPs ഇവിടെ ഉണ്ട്. ഈ ബുക്ക് പ്രകാശനം ചെയ്യാൻ നേരിട്ടുള്ള മിനിസ്റ്റർ ഉടനെ തന്നെ എത്തും, ബഹുമാനപ്പെട്ട GR അനിൽ സാർ ഉടനെ തന്നെ എത്തും. പിന്നെ അനിൽ കുറ്റിച്ചിറ സാറ്, നമ്മുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ശ്രീകുമാർ സാറ്, വൈശാഖൻ സാറ്, ഇവരെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കവാക്കുകളിൽ ഇതിനെക്കുറിച്ച് പറയാം. ശോഭ സതീഷ് ഔദ്യോഗിക ജീവിതത്തിൽ വെറ്റിനറി സർജനായി വെറ്റിനറി ബിരുദം നേടി. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷം 2011 ടെക്നോ പാർക്കിൽ ബജാജ് അലയൻസിൽ ജോലിക്ക് കയറുകയും 2022 PG ഡിപ്ലോമ, ജേർണലിസത്തിൽ PG ഡിപ്ലോമ എടുക്കുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. അതിനുശേഷം ഒരുപാട് ആനുകാലിക ലേഖനങ്ങളും ഓൺലൈൻ ലേഖനങ്ങളും എഴുതുകയും കവിത രചിക്കുകയും ചെയ്യുകയും ചെയ്ത ഒരു മഹത് വ്യക്തി തന്നെയാണ്. പിന്നെ അതുകൂടാതെ
പല ചർച്ചകളും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇവിടെ ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ചിലർ കവിയാവും, അനുഭവം കൊണ്ടും കവിയാവാറുണ്ട്. ഇത് ജന്മം കൊണ്ടും അനുഭവം കൊണ്ടും ഒരുപോലെ ഈ തൻ്റെ കഴിവ് പ്രദർശിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ ശോഭയുടെ കഴിവുകൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നവർ ആണ്. അത് ഒരുപാട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ ഒരു പ്രദർശനത്തിൽ അവാർഡ് കിട്ടിയ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ അധ്യക്ഷിത പ്രസംഗം വളരെ നീട്ടുന്നില്ല, കാരണം ഇനി മിനിസ്റ്റർ വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തതായി ഈ ചടങ്ങിലേക്ക് ആശംസ പറയാനേ പ്രസാദ് വൈശാഖൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡാണ് പാസ്പോർട്ട്. എനിക്കും അതുണ്ട്. വളരെ വേഗത്തിൽ ലഭിക്കുന്ന ആ പാസ്പോർട്ടിൽ ജീവിതം അടയാളപ്പെട്ട് കിടക്കുകയാണ്. ഡോക്ടർ ശോഭ സതീഷ് വ്യത്യസ്തമായി കവിതയെ കൊണ്ടുപോകുന്ന എഴുത്തുകാരിയാണ്. ഒരു കിണറുണ്ട്, മരണക്കിണർ. അതിലൊരു ബൈക്കുണ്ട്, മണികെട്ടി തൊങ്ങലുകളുള്ളത്, അത്യാധുനികൻ, അതിന്മേലൊരു അഭ്യാസം. ഇത് ഞാനും കണ്ടിട്ടുള്ളതാണ്, കനകക്കുന്നിലെ മരണക്കിണർ. ഒരുപക്ഷെ ആ മരണക്കിണർ മരണത്തിലേക്ക് തന്നെ അഭ്യാസിയെ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് പുറത്തൊരു ലോകമില്ല എന്ന് വിളിച്ച് ആർത്തുല്ലസിക്കുന്ന കാണികളുടെ ലോകവും, എന്നാൽ ഈ കവിതയിലേക്ക് ഒരിക്കലും വരാത്ത മരണത്തിന് ശേഷം, മരണാനന്തരം, മരണം മാരകമല്ല, ജീവിതം അതിനേക്കാളും അതീവ ദുർഗ്രഹമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന കുടുംബിനികളുടെ നഷ്ടപ്പെടലുകളെ സങ്കടത്തോടെ ചേർത്ത് വച്ച് ആരവങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുടുംബിനികളുടെ ലോകത്തെ ജാഗ്രതയോടെ അടയാളപ്പെടുത്തുന്ന, ഇനി ഈ മരണക്കിണറുകൾ വേണോ എന്ന് ചോദിക്കുന്ന കവിതാ സമാഹാരമാണ് ഒരു യാത്രികയുടെ പാസ്പോർട്ട്. ലേന ഗോപിനാഥാണ് ഇത് ഏറ്റുവാങ്ങുന്നത്, മറ്റൊരു എഴുത്തുകാരി. അതിജീവനം എന്താണ് എന്ന ചോദ്യത്തിന് ഇന്നത്തെ ജീവിതമാണ് ഏറെ ബുദ്ധിമുട്ട് എന്നും അതിജീവനം എന്നത് തന്നെ ഒരു സമസ്യയാണെന്നും എഴുത്തുകാരി പറയുന്നു. അതുകൊണ്ട് എഴുത്തുകാരികൾക്ക് പൊതുവെയുള്ളത് എന്താണ്? പാളയം മസ്ജിദിൽ പാതിരാ നേരത്ത് നിസ്കരിക്കുന്ന ഒരു നീർമാതളമായി മാധവിക്കുട്ടി അവിടെയുണ്ട്. നമ്മുടെ മാധവിക്കുട്ടിയെ മാതളക്കുട്ടി എന്നാണ് പറയുന്നത്. ആ നീർമാതള എന്തുകൊണ്ടാണ് വളർച്ചയില്ലാതെ നിൽക്കുന്നത്? നട്ടതുപോലെ വളർച്ചയില്ലാതില പച്ചയായി മാത്രം ആടി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ആട്ടമാണ് പെൺ ജീവിതങ്ങൾക്കുള്ളത് എന്ന് പറയാൻ തോന്നുന്നു. ഇതിനകത്ത് ഒരുപാട് മുദ്രകളുണ്ട്. ഒരു ക്യാപ്ഷൻ പറയുകയാണെങ്കിൽ, ഉള്ളം തണുക്കാത്ത സ്ത്രീ മുദ്രകളുടെ പുസ്തകമാണ് ഒരു യാത്രികയുടെ പാസ്പോർട്ട്. വളരെ മനോഹരമായ കവറാണ്. നീ അത് വായിച്ചു കൊള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി രണ്ട് വാക്ക് പറയുന്നതിനായി പ്രശസ്ത കവിയായ വിനോദ് വെള്ളായണിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള സുഹൃത്താണ് ശോഭ സതീഷ്. ശോഭയുടെ കവിതകൾ ആത്മാർത്ഥമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ശോഭയോട് ബന്ധമുള്ള സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ കവിതകളുടെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളായിട്ട് ശോഭ സാക്ഷ്യപ്പെടുത്തുന്നത് താൻ എഴുതിയ കവിതകൾ, സാഹചര്യങ്ങളാൽ എഴുതിപ്പോയ കവിതകൾ, അനുഭവങ്ങൾ എഴുതിച്ച കവിതകൾ. അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ജീവിതം അടയാളപ്പെടുത്തിയ കവിതകളാണ് ഈ പുസ്തകത്തിലെ കവിതകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശോഭയുടെ കവിതകൾക്ക് ആത്മാർത്ഥതയും ആയുസ്സും അതുപോലെ ജീവിത അനുഭവങ്ങളുടെ തീക്ഷ്ണതയും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഒരു കവിത മാത്രം വായിച്ച് ഞാൻ വർത്തമാനം ചുരുക്കുന്നു. അരൂപം.
ചേർത്തമർത്തണമാ കൈകൾ, ഉള്ളിൻ്റെ നോവിൽ പൊള്ളണം വിരലുകൾ. പെട്ടെന്നോർത്തവണ്ണം ചേർത്ത കൈകളിൽ കൊമ്പുകൾ വരയ്ക്കണം. കുത്തിക്കയറും അവയെന്ന് ഓർത്താർത്തലയ്ക്കണം. കുരുത്തുപിടിച്ച കൈകളിൽ മഴച്ചാർ തിറ്റിറ്റു വീഴണം. ഇടിയുടെ പ്രകമ്പനങ്ങളിൽ തോൾ ചേരണം. അടങ്ങുന്ന മാത്രയിൽ ഇരുട്ട് ഭേദിച്ച് ഭയത്തെ തോൽപ്പിച്ച ആ കുരുത്തിട്ട കൈകൾ കാടുകൾ താണ്ടണം. പൊങ്ങിപ്പറക്കുമാ തീക്കനൽ ശലഭങ്ങളെ കുരുത്തിട്ട കൈകളാൽ ആട്ടിപ്പറപ്പിക്കണം. കനൽ പോലെ കാടുകൾ തിളച്ചുമറിയുമ്പോൾ ഉള്ളിലെ തീച്ചൂളകൾ തെല്ലൊന്നടങ്ങിപോൽ. ദേഹമില്ല, മുഖമില്ല, കൊമ്പുകൾ കോറിയ കൈകൾ മാത്രം. കൊരുത്തിട്ട കൈകളിൽ തൂങ്ങിയാടി ഉള്ളിലേക്ക് കെട്ടുപോകാ തീക്കനൽ ശലഭങ്ങൾ തേടി ഇനിയും ഇനിയും ഉള്ളിലേക്ക്. തീർച്ചയായും ആ കെട്ടുപോകാത്ത തീക്കനൽ തൻ്റെ കവിതകളിലും തൻ്റെ ചിത്രങ്ങളിലും വരകളിലും ആത്മാർത്ഥതയോടെ കാത്തുസൂക്ഷിക്കുന്ന ശോഭയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വയനാട് കേന്ദ്രമാക്കിയുള്ള അനിൽ കുറ്റിച്ചിറയുടെ പ്രസാധനത്തിലുള്ള ഈ പുസ്തകം കെട്ടിലും മട്ടിലും ഏറ്റവും പുതുമ നിലനിർത്തുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതായി ഇതിൻ്റെ പബ്ലിഷറായ അനിൽ കുറ്റിച്ചിറ സാറിനെ വിളിക്കുന്നു. കാരണം ഞാൻ വേറൊരു പ്രോഗ്രാമിൽ മെമൻറ്റോ കൊടുക്കാൻ അതിഥികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തീർന്നതുകൊണ്ട് അങ്ങോട്ട് കയറേണ്ട, നമ്മളെ ലോഞ്ചിൽ അതിനിടയിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് വായിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി അവസരം കിട്ടിയില്ല. സാറിന് പബ്ലിഷേഴ്സ് നേരത്തെ കൊണ്ടുവന്നൊക്കെ ഒരു നടപടിക്രമമൊക്കെ കൊണ്ട് പറയും ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ പറയാനുള്ള ടൈം കിട്ടിയില്ല. മേ ബി എൻ്റെ ഡിഫക്റ്റ് ഉണ്ടാകും, ഞാൻ ഓടിയാണെന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം അത് പറ്റിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയുള്ളൂ, പിന്നെ നോക്കിക്കോളാം. പക്ഷേ എന്തായാലും ഹേർഡ് സോങ്സ് ആർ സ്വീറ്റ് ബട്ട് ദോസ് വിച്ച് ആർ അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് പറയും. ഞാൻ കൂടുതൽ പറയാതിരുന്നാലും ഒരു കണക്കിന് നല്ലതാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. കാരണം ഇവിടെ കൂടിയിരിക്കുന്നത് രണ്ട് തരം ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ കവയത്രിയുടെ ബന്ധുക്കളും അടുത്ത കൂട്ടുകാരും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ കലയെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്ന, സാഹിത്യത്തെ സ്നേഹിക്കുന്ന സുമനസ്സുകൾ. അപ്പോൾ ഈ രണ്ടാമത്തെ വരെ പേടിക്കണം. രണ്ടാമത്തെ കാറ്റഗറി അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് മുമ്പ് അങ്ങ് ഭാവന ചിറവ് വെച്ച് അങ്ങ് പറക്കുകയാണ്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം നല്ല രസകരമായൊരു എഴുത്തുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞോളൂ. റോബർട്ട് ലിൻഡിൻ്റെ ഡിസപ്പോയിൻറ്റഡ് മാൻ എന്നാണ് ആ വർക്കിൻ്റെ പേര്. ആരെങ്കിലും വായിച്ചിരിക്കാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല. അല്ല, അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായി ഒരു കുതിരയെ കണ്ടു, നേരിട്ട് കുതിരയെ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അതിനു മുമ്പ് കണ്ടിരുന്ന കുതിരകളെല്ലാം സിനിമയുള്ള കുതിരകളായിരുന്നു. സിനിമയിലൂടെ ആയിരുന്നു ആദ്യം കുതിരയെ കണ്ടിരുന്നത്. ആ കുതിരയ്ക്ക് കുഞ്ചിരോമം ഉണ്ടായിരുന്നു, നല്ല ബലം ഉണ്ടായിരുന്നു, നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുതിരയെ കണ്ട ഞാൻ നേരിട്ട് കുതിരയെ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. കാരണം യാഥാർത്ഥ്യത്തിലുള്ള കുതിര അതിനോട് മാച്ചാകുന്നില്ല. ഇതുപോലെ നമുക്ക് കുറേ ആളുകൾ നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ട് പെട്ടെന്ന് കാണുമ്പോൾ അത്രയും താല്പര്യം വരണമെന്നില്ല. ഇപ്പോൾ ചില ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചില ആളുകൾ ക്ലാസ്സിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഭയങ്കരമാണ്, ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പറയരുത്. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴുള്ള കുഴപ്പം അവർ ആ റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ എക്സ്പെക്റ്റേഷനോടൊപ്പം എത്തിയില്ലെങ്കിൽ നിരാശപ്പെട്ടു. അതാണ് അതിൻ്റെ ടൈറ്റിൽ ഡിസപ്പോയിൻറ്റഡ് മാൻ എന്ന് അദ്ദേഹം റോബർട്ട് ലിൻ്റെ എഴുതിൻ്റെ അങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ കവിതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആഴത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പം നിങ്ങളുടെ ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവന ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അവരതിനനുസരിച്ച് ഇതിനെ കാണും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചിലപ്പം നേരിട്ട് കവിത വായിക്കുമ്പോൾ മനോഹരമായ കവിത ഒറ്റ നോട്ടത്തിൽ മറച്ചപ്പോഴത്തേക്കും ഗംഭീരമായിട്ടുണ്ട്. ഒരു അങ്ങനെ വേണം വായിക്കാൻ എന്നാണ്. ആദ്യം 3 റീഡിങ് വേണമെന്നാണ് പറയുന്നത് കവിതയെ സംബന്ധിച്ച്. ഒന്നാമത്തെ റീഡിങ് നമ്മൾ ഈ ബില്ല് വായിക്കുമ്പോൾ അല്ല, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. നിയമസഭയിൽ 3 റീഡിംഗ് ഉണ്ട്. അതുപോലെ ഫസ്റ്റ് റീഡിങ് ഇങ്ങനെ ഇപ്പം ഞാൻ നടത്തിയത് ഒരു എന്താ പറയുക പേര് പറയില്ല, സ്കിംഡ് റീഡിങ് ഒറ്റ ഓട്ടത്തിൽ അങ്ങനെ ഓടിച്ച് വായിക്കുന്നത് സ്കിംഡ് റീഡിങ്. രണ്ടാമത്തത് അർത്ഥം മനസ്സിലാക്കി വായിക്കുക. മൂന്നാമത് MTയുടെ ഭാഷയിൽ പറഞ്ഞാൽ റീറീഡിങ് പുനർവായന എന്ന് അദ്ദേഹം പറയും. പുനർവായന ഞാൻ വായിച്ച പുസ്തകം വീണ്ടും വായിക്കുന്ന രീതി. അപ്പോൾ വീണ്ടും കാണാത്ത തലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് വരികളല്ല, കവിതയല്ല, കവയത്രിയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ കവിയാണ് വായിക്കുന്നത്. അങ്ങനെ ഒറ്റ റീഡിങ്ങിൽ എനിക്ക് തോന്നുന്നത്
ഇത് രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട കവയത്രിയാണെന്ന് തോന്നുന്നു. രണ്ട് തരം കവയത്രിമാരുണ്ട്, രണ്ട് തരം കവിമാരുണ്ട്, രണ്ട് തരം സാഹിത്യകാരന്മാരുണ്ട്, രണ്ട് തരം എഴുത്തുകാരുണ്ട്. ഒന്ന് മേലങ്കി അണിഞ്ഞ സാഹിത്യകാരൻ എന്ന മേലങ്കി അണിഞ്ഞവർ. രണ്ടാമത് ത്വക്കിലും ആത്മാവിലും സാഹിത്യം പേർന്നവർ. എനിക്ക് തോന്നുന്നു ഈ കവയത്രി രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊടുക്കണം. അവരുടെ കൂടുതൽ ഡോക്ടർ ശോഭ സതീഷിൻ്റെ പുതിയ രചനകൾ, പുതിയ സൃഷ്ടികൾ ജനങ്ങൾക്ക് എന്ന് പറയുന്നില്ല, വരുംകാല തലമുറയ്ക്ക്. കാരണം എഴുത്തുകാരുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. എഴുത്തുകാരുടെ പ്രത്യേകത, നമ്മളെല്ലാം മരിച്ചു പോകും, പക്ഷേ എഴുത്തുകാർ മരിക്കില്ല. എന്താ കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ കൃതികളിലൂടെ ഞാനൊരു കൊട്ടേഷൻ ഓർക്കുകയാണ്. റെനെ ദെക്കാർത്തെ, ഫ്രഞ്ച് തത്വചിന്തകനാണ് റെനെ ദെക്കാർത്തെ. അദ്ദേഹം പറഞ്ഞു, ദി റീഡിങ് ഓഫ് ഗുഡ് ബുക്സ് ഈസ് ദി ബെസ്റ്റ് വേ ടു റീഡ് ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ്. റീഡിങ് ഓഫ് ഗുഡ് ബുക്സ്, നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ഈസ് ദി ബെസ്റ്റ് വേ, നല്ല മാർഗ്ഗമാണ്. എന്തിനുള്ള നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ടു റീഡ്, വായിക്കാൻ, ദി ഫൈനസ്റ്റ് മൈൻഡ്സ് ഓഫ് ദി പാസ്റ്റ്, പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മനസ്സ് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരുടെ സൃഷ്ടികളാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ സൃഷ്ടികൾ ഇനിയുള്ള കാലത്ത്, ഇപ്പോൾ പണ്ടുള്ള ആളുകൾ നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ അപ്പൂപ്പൻ്റെയും കാലത്തിനപ്പുറം അപ്പൂപ്പൻ്റെ അച്ഛനെ വരെ അറിയാമായിരിക്കും. അതിനപ്പുറം മുമ്പുള്ള അച്ഛനെ അറിയാൻ വഴിയില്ല ആർക്കും തന്നെ. പക്ഷെ അതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളെ നമ്മൾ അറിയും അവരുടെ പുസ്തകങ്ങളിലൂടെ. അതുതന്നെയാണ് എഴുത്തുകാരെ സാധാരണക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അത്തരത്തിലുള്ള അനശ്വര സൃഷ്ടിയായി ഇതും തീരട്ടെ. അങ്ങനെ അന്ന് പ്രത്യാശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇതിനെന്നെ ക്ഷണിച്ച എല്ലാവരെയും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തായി ആശംസ അർപ്പിക്കുന്നതിനുമായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ വന്ന് ഡോക്ടർ ശോഭ എന്നെ ക്ഷണിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമിനെക്കുറിച്ച് അറിയുന്നത്. ശോഭ പണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങുമായിട്ടുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ ഏറെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് അതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലായിരുന്നോ? ആലപ്പുഴ ജില്ലയിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വന്ന് ക്ഷണിക്കുമ്പോഴാണ് ശോഭയ്ക്ക് ഇങ്ങനെയുള്ളൊരു കഴിവുണ്ടെന്നുള്ളതും, ഞാനങ്ങനെ ഫേസ്ബുക്കിലൊന്നും അത്രത്തോളം ആക്റ്റീവല്ല, അതുകൊണ്ടായിരിക്കാം മനസ്സിലാക്കുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആയിരിക്കുമല്ലോ എപ്പോഴും സംസാരിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയുള്ളവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ ധാരാളം പേരൊക്കെ ഉണ്ടായിരുന്നു, എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആൾക്കാരുടെ എണ്ണം എന്തുകൊണ്ടോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ജോലിയുടെ കൂടുതലാണോ, അവരുടെ സർഗ്ഗവാസന അവർക്ക് പുറത്തെടുക്കാനുള്ള സമയം നമ്മുടെ ജോലി തിരക്കിൻ്റെ കഴിയാത്തതാണോ എന്നറിയത്തില്ല. ശോഭ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഏറെക്കാലമായിട്ട് ലീവിലായിരുന്നു, അതും ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തു തന്നെ ആയാലും ഇപ്പോൾ ഇരിക്കുന്ന ജോലി ശോഭയ്ക്ക് കൂടുതൽ എഴുതാൻ സൗകര്യമുള്ളൊരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, നോൺ ക്ലിനിക്കൽ മേഖലയിലാണ് ഇരിക്കുന്നത്. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ശോഭയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. കൂടുതൽ പ്രകാശനങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീകുമാർ സാർ. അടുത്തതായി സാറ് ഒരുപാട് ഔദ്യോഗിക തിരക്കുകളുടെ ഇടയ്ക്കും ഇവിടെ വന്ന് ചേർന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ബുക്ക് പ്രകാശനം ചെയ്തതിലെ മറ്റൊരു കവിയും എഴുത്തുകാരിയുമായ ലൈന ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. ലൈന ഗോപിനാഥ് രണ്ട് വാക്ക് പറയാം. ലൈന ഗോപിനാഥ് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് ഡു ക്രൈ, ഇറ്റ് ഹാപ്പൻഡ് ഇൻ സമ്മർ, പിന്നെ മലയാളത്തിൽ വേനൽ മരങ്ങൾ, പ്രണയലേഖനം, അതുകൂടാതെ ഒരുപാട് ഓൺലൈൻ കവിതകളും വളരെ അധികം ശ്ലാഘനീയമായ ലേഖനങ്ങൾ എഴുതിയ ഒരു കവി തന്നെയാണ്. ലൈന ഗോപിനാഥിനെ രണ്ട് വാക്ക് പറയുന്നതിന് ക്ഷണിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശോഭയെ പറ്റി പറയുകയാണെങ്കിൽ നട്ടെല്ലുള്ളൊരു എഴുത്തുകാരി എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ശോഭ കടന്നു പോയിട്ടുള്ള വഴികൾ
അത്രയും കഠിനമായിരുന്നു, തീവ്രമായിരുന്നു. ആ തീക്കനലിൽ ചവിട്ടി നിന്നുകൊണ്ട് ഓരോ വാക്കും എഴുതുമ്പോൾ അതിന് ഓരോ രീതിയിലുള്ള അർത്ഥങ്ങളും മാനങ്ങളും കൈവരിക്കുകയാണ്. സ്ത്രീകളെ ഏതറ്റം വരെ കൂട്ടിലടയ്ക്കപ്പെടുത്താം എന്നുള്ളത് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ ഒരു മത സമൂഹത്തിൻ്റെ ഇടയിൽ സ്ത്രീകളുള്ള മുറികളിൽ ജനലുകൾ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉറക്കെ പാടുകയോ ഉറക്കെ ചിരിക്കുകയോ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ കവയിത്രി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഭയം എന്ന കവിത എഴുതിയിരിക്കുന്നു. ഭയക്കണം നീ, ഉറക്കെ സംസാരിക്കുവാൻ ഭയക്കണം, ബഹളം വയ്ക്കാൻ ഭയക്കണം, ഇരുട്ടത്ത് നടക്കുവാൻ ഭയക്കണം എന്നിങ്ങനെയുള്ള വരികളാൽ സമൂഹത്തെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് വെറും ഒരു കവയിത്രി മാത്രമല്ല, നല്ല ഒന്നാന്തരം ചിത്രകാരിയാണ്, ഏറ്റവും നല്ല സുഹൃത്താണ്. പിന്നെയും പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. തൽക്കാലം ഞാൻ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ആശംസ അർപ്പിക്കുന്നതിന് അനിൽ കുറ്റിച്ചിറ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ പുസ്തകമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വ്യത്യസ്തമാകില്ല പുസ്തകം. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കവിതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് മുമ്പിലിരിക്കുന്ന പ്രശസ്ത കവി കുടൂർ വിൽസൺ അടക്കം മലയാള കവിതയെ മാറ്റി എഴുതുന്നതിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. കവിതയുടെ കൂടെ അതുപോലെ ആത്മാർത്ഥമായി യാത്ര ചെയ്യുന്ന ഒരാളെയാണ് ഈ പുസ്തകത്തിലൂടെയും നീർമാതളം പരിചയപ്പെടുത്തുന്നത്. മാനന്തവാടിയിൽ വയനാട്ടിലുള്ള ഒരു പുസ്തക പ്രസാധന സംഘമാണ് ഞങ്ങളുടെ നീർമാതളം. ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ 400ഓളം പുസ്തകങ്ങൾ പ്രസാധനം ചെയ്തിട്ടുണ്ട്. മന്ത്രി എത്തി, നമുക്ക് പ്രസാധന ചടങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പ്രകാശനം. നമ്മുടെ പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ സാർ എത്തിയിട്ടുണ്ട്. സാറിന് വളരെ തിരക്കുള്ള ഔദ്യോഗിക പരിപാടികളുള്ള കാരണം നമുക്ക് പ്രകാശകർമ്മത്തിലേക്ക് നേരിട്ട് കടക്കാം. സാറിനെ ഈ ബുക്കിൻ്റെ പ്രകാശനത്തിനായി ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിയമസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പ് കഴിഞ്ഞ ദിവസങ്ങളുടെ തിരക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായി എന്നുള്ളതാണ്. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം സ്വീകാര്യത പിടിച്ചു പറ്റിക്കൊണ്ട് ഈ പുസ്തകോത്സവത്തെ ജനങ്ങൾ സ്വീകരിച്ച അനുഭവമാണ് നമുക്ക് ഏവർക്കും പറയാനുള്ളത്. ഇന്നലെ ഇതേ വേദിയിൽ തന്നെ സ്പീക്കറും ഞാനും പങ്കെടുത്ത 3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകൂടെ നടക്കുകയുണ്ടായി. അതിനു മുന്നേ തലേ ദിവസം 2 വേദികളിൽ ഞാൻ ഒരു കുഞ്ഞിൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ടും അതിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനിടയിൽ ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങ് 6 പുസ്തകങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പല വേദികളിലായി നിരവധി സുഹൃത്തുക്കളുടെ പുസ്തക പ്രകാശന ചടങ്ങിലും പുസ്തകം പ്രകാശനം ചെയ്യാനും കഴിഞ്ഞ ഒരവസരമാണ്. ഇവിടെ ഒരു യാത്രികയുടെ പാസ്പോർട്ട് കവിതകൾ ഡോക്ടർ ശോഭ സതീഷിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. 100 കണക്കായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ
പരിചയപ്പെടുത്താനും ഇവിടെ പ്രകാശനം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പൊതു പബ്ലിസിറ്റിക്ക് ഇടയാകാനും എല്ലാം കഴിയുന്ന തരത്തിലേക്ക് ഈ പുസ്തകോത്സവ പരിപാടി വിജയമായി മാറി എന്നുള്ളതാണ് സന്തോഷം പകരുന്നൊരു കാര്യം. ആ നിലയിൽ നമ്മുടെ ഡോക്ടറുടെ ശോഭ സതീഷിൻ്റെ പുസ്തകവും ജനങ്ങൾ നന്നായി സ്വീകരിക്കട്ടെ, കൂടുതൽ വായനക്കാർ അത് വായിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി പബ്ലിഷറും കവിയുമായ അനിൽ കുറ്റിച്ചിറ സാറിനെ ക്ഷണിക്കുന്നു. ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് അതിഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു. തികച്ചും ഒരു പബ്ലിഷർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതുപോലൊരു വേദിയിൽ വെച്ച് 400ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത്. കവിത ദിനംദിനം ചർച്ച ചെയ്യപ്പെടുന്ന മലയാളക്കരയിൽ വ്യത്യസ്തമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കവിയെ ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ നിർമ്മാതാക്കളത്തിന് അഭിമാനമുണ്ട്. കവിതയുടെ വഴി എല്ലാ കാലത്തും ദുർഘടമായിരുന്നു. ഏത് കാലത്തും കവിത വിമർശിക്കപ്പെടുകയും അതിൻ്റെ പീഡകൾ ഏറ്റുവാങ്ങുകയും തന്നെയാണ് കവിത, പൊരുതി തന്നെയാണ് കവിത ഇത്രയും നാൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഈ യാത്രയിലുടനീളം വ്യത്യസ്തമായ പല പുതിയ അടരുകളും കവിതയിൽ ഉണ്ടായിട്ടുമുണ്ട്. അത്തരം തികച്ചും നൂതനമായ ഒരടരിനെയാണ് ഒരു യാത്രയുടെ പാസ്പോർട്ട് എന്ന ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് എന്നതിൽ അഭിമാനമുണ്ട്. ഈ പുസ്തകത്തിന് ഏറെ വായനക്കാരുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ഏതൊരു കൃതിയും അതിൻ്റെ മഹത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഒരാൾ പിന്നിലുണ്ടാവണം. അതിൽ ആദ്യ അവസാനം വരെ ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ശോഭയുടെ ഹസ്ബൻഡായ സതീഷ് ഒരു ഭാര്യ എന്നല്ല, ഒരു മകളുടെ വാത്സല്യത്തോടുകൂടി ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ കൃതിയത്. അതിനകത്തായി 2 വാക്ക് പറയുന്ന സമയക്കുറവ് കാരണം കൂടുതലൊന്നും പറയുന്നില്ല. 2 വാക്ക് പറയുന്നത് ഡോക്ടർ ശോഭ സതീഷിനെ ക്ഷണിച്ചുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം റിലീസായ ഇന്ന ദിവസം നന്നാവണമെന്ന് മാത്രമേ, നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളൂ. പക്ഷേ അതിഗംഭീരമാക്കി തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും തിരക്കിനിടയിലും ഇവിടെ എത്തിയ നമ്മുടെ സ്വന്തം മിനിസ്റ്റർ GR അനിൽ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ പ്രശസ്ത കവികളായ വിനോദ് വൈശാഖി, വിനോദ് വെള്ളായണി എന്നിവർ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരി ലയന, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ ഓഫീസർ ശ്രീകുമാർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും, സീനിയേഴ്സിനും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും, എൻ്റെ കുടുംബത്തോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.